ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിനായിട്ടാണ് കേട്ടോ. തേങ്ങ അരച്ച കപ്പയും മീൻകറിയും. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് കാണാം. ചൂരക്കുട്ടി മീനാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മീനൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. മീനൊക്കെ നന്നായിട്ട് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായ മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം നമുക്ക് നന്നായിട്ട് ചൂടാക്കി മാറ്റി വയ്ക്കാം. മീനിന് ആവശ്യമായ തേങ്ങയും കൂടി ചേർത്ത് നമുക്കിവയെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കണ്ടില്ല, ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മീനിന് ആവശ്യമായ പുളിവെള്ളവും പച്ചമുളകും മുരിങ്ങയ്ക്കായും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി മീനിന് ആവശ്യമായ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് അടുപ്പിൽ വേവിക്കാൻ വയ്ക്കാം. മീൻ വേകുന്ന സമയം നമുക്ക് കപ്പ തയ്യാറാക്കാം. അതിനായി കപ്പ ഞാൻ നന്നായിട്ട് ഇവിടെ കഴുകി വൃത്തിയാക്കി പൊളിച്ചെടുക്കുന്നുണ്ട്. നമുക്കിനി കപ്പ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കപ്പയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി വേവിക്കാൻ വയ്ക്കാം. കപ്പയ്ക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, കാന്താരിമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ കപ്പയുടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അവസാനം നമുക്ക് മീനിനും കപ്പയ്ക്കും കുറച്ച് കടുകും കൂടി താളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച കപ്പയും മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ.